അഭിനവ് അവരെ നോക്കി വീണ്ടും ഒരു തവണ കൂടി നമസ്കാരം പറഞ്ഞു. എന്നാൽ അപ്പോഴും അവരിൽ നിന്ന് യാതൊരു പ്രതികരണം ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് അവൻ അനന്യെ നോക്കിയത്. അവളും തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അനന്യ, അഭിനവ് വീണ്ടും പുഞ്ചിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ ഇത് കേട്ടതും ആ 3 പേരുടെയും മുഖത്ത് ദേഷ്യം ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ചെയ്തത്. കൃത്യസമയത്ത് എഴുന്നേൽക്കൊള്ളും, ശർമിള വെറുപ്പോടെ പറഞ്ഞു. ഇത് കേട്ടതും അഭിനവ് അനന്യെ ഒന്ന് നോക്കി. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അവളെങ്കിലും തന്നോട് പറയുമെന്ന് അഭിനവ് കരുതി. പക്ഷെ അനന്യ ഒന്നും മിണ്ടാതെ അഭിനവിൽ നിന്ന് നോട്ടം മാറ്റുകയാണ് ചെയ്തത്. എന്താ പ്രശ്നം? അവൻ അവരെ നോക്കി ചോദിച്ചു. രാജീവ് ഒരു നിമിഷം അവനെ രൂക്ഷമായി നോക്കിയിട്ട് മേശപ്പുറത്തിരുന്ന് തന്റെ ഫോൺ എടുത്തു. ശേഷം അതിന്റെ സ്ക്രീൻ അഭിനവിന്റെ നേരെ തിരിച്ചു. അതിലെ വിഷ്വൽസ് കണ്ട് പരിഭ്രമത്തോടെ അഭിനവ് രാജീവിന്റെ അരികിലേക്ക് വന്ന് അയാളുടെ കയ്യിൽ നിന്ന് ആ ഫോൺ വാങ്ങി. റോഷ്നിയെ ഉപദ്രവിക്കാൻ വന്ന ആ ചെറുപ്പക്കാരനെ താൻ കൈകാര്യം ചെയ്യുന്നതിന്റെ വീഡിയോ ആരോ എടുത്ത് ഇവർക്ക് അയച്ചു കൊടുത്തതാണ്. അത് കണ്ടതും അഭിനവിന് വല്ലാത്ത വിഷമം തോന്നി. എല്ലാവരും തന്നോട് ദേഷ്യപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ അവന് മനസ്സിലായി. സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ അഭിനവ് അവിടെ നടന്നത് അവരോട് വിശദീകരിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവനെ പറയാൻ അനുവദിക്കാതെ ശർമിള തടഞ്ഞു. ഒന്നും പറയണ്ട, വിട്ടുവിഴുങ്ങിയ ഭക്ഷണത്തിന് ബില്ല് പോലും അടയ്ക്കാൻ കയ്യിൽ പൈസ ഉണ്ടായി കാണില്ല. അപ്പൊ പിന്നെ എങ്ങനെയെങ്കിലും ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെടണമല്ലോ. അതിനു വേണ്ടി ഒരു സീൻ ക്രിയേറ്റ് ചെയ്തു. ഒരു പാവത്തെ പിടിച്ച് വെറുതെ അങ്ങ് തല്ലി. ഇതാണ് ഇവിടെ സംഭവിച്ചത്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി ഞങ്ങൾക്കുണ്ട്, ശർമിള പറഞ്ഞു. എന്നാൽ അഭിനവ് അതിനെ എതിർത്ത് എന്തോ പറയാൻ തുടങ്ങിയപ്പോൾ അനന്യ അവന്റെ അരികിലേക്ക് വന്നു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിനക്ക് ഇത്രയും എക്സ്പെൻസീവ് ആയ സ്ഥലത്ത് പോയി ഭക്ഷണം കഴിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? നിനക്കിത് ജോലിയില്ലായിരുന്നു. പിന്നെന്തിനാണ് നിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്തത്? അവളോട് എന്തു മറുപടി പറയാന്നറിയാതെ അഭിനവ് കുഴഞ്ഞു. അവൻ വീഡിയോ വീണ്ടും കണ്ടു. വീഡിയോയിൽ ഭാഗ്യത്തിന് റോഷ്നി പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഒരു പക്ഷെ അവളെ കൂടി ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നം കൂടുതൽ വഷളാകുമായിരുന്നു എന്ന് അഭിനവിന് തോന്നി. സി മിസ്റ്റർ അഭിനവ്, ഞങ്ങളുടെ കഷ്ടകാലത്തിനാണ് നിങ്ങളെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ ഞങ്ങൾക്ക് തോന്നിയത്. എന്ന് വെച്ചത് എന്ത് തോന്നിവാസം ചെയ്യാനുള്ള ലൈസൻസ് ആയി താൻ കരുതരുത്. അറ്റ്ലീസ്റ്റ് ഞങ്ങളെപ്പോലുള്ളവരുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അതിന്റെ ഒട്ടും ദയയില്ലാതെ അഭിനവിനോട് പറഞ്ഞു. സാധാരണ ദിവസങ്ങളിൽ അഭിനവിനെ രാജീവ് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഈ കാര്യത്തിൽ രാജീവും എതിരായിരുന്നു. അയാളും അവനെ കുറ്റപ്പെടുത്തി. ഈ വീട്ടിലെ മരുമകൻ പരസ്യമായി ഇത്രയും വലിയ ഹോട്ടലിനുള്ളിൽ തല്ലുണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാൽ ഓർക്കുമ്പോ തന്നെ എന്റെ തൊലി ഉരിയുന്നു. രാജീവ് ആരോടൊന്നില്ലാതെ പറഞ്ഞു. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ എന്നെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറയുന്നത് നിങ്ങൾക്ക് സത്യം അറിയാത്തത് കൊണ്ടാണ്. ഇവൻ എന്താ ചെയ്തതെന്ന് നിങ്ങൾ കേൾക്കണം. ഞാൻ ഇവനെ അടിക്കുന്നതിന് തൊട്ടു മുൻപ് ഇവൻ എന്നോട് മോശമായിട്ട് പെരുമാറി. എന്നെ മാത്രമല്ല, എന്റെ കൂടെ. പെട്ടെന്ന് അഭിനവ് പറയുന്നത് നിർത്തി. അറിയാതെ അവൻ ഇപ്പോൾ തന്നെ റോഷ്നിയുടെ കാര്യം പറയുമായിരുന്നു. പെട്ടെന്നാണ് അവനത് ഓർമ്മ വന്നത്. നിന്റെ കൂടെ? അനന്യ അഭിനവന്റെ വാക്കിൽ കയറി പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ മറുപടിക്കായി അഭിനവന്റെ കണ്ണുകളിലേക്ക് നോക്കി. അത് കണ്ടതും അഭിനവ് ഒന്ന് പതറി. പെട്ടെന്ന് അവളോട് എന്ത് കള്ളം പറയുമെന്ന് അവൻ ചിന്തിച്ചു. എന്തായാലും മരുമകനെ കുറിച്ച് പറയാൻ ഒരുപാട് വിശേഷണങ്ങൾ കിട്ടി. തെരുവ് ഗുണ്ട, കുപ്രസിദ്ധ കള്ളൻ, ഒരു ജോലിയും കൂലിയില്ലാത്ത തെരുവ് തിണ്ടി. എന്തായാലും നമ്മുടെ കുടുംബത്തിന്റെ മാനം അങ്ങ് ആകാശത്തോളം ഉയർന്നോളും. ഹോട്ടലിൽ പണം അടയ്ക്കാനില്ലഞ്ഞിട്ട് തല്ലുണ്ടാക്കി. ഇവിടെ വന്ന് വീമ്പിളക്കുന്നു. ഷെയിംലെസ് ക്രിയേച്ചർ. രാജീവ്, നമ്മുടെ മകൾ ഇങ്ങനൊരു തെണ്ടി ചെക്കനൊപ്പം ജീവിക്കണമെന്നാണോ നിങ്ങളുടെയും ആഗ്രഹം? ഇതുപോലെ ഒരുത്തിന് എന്റെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ എനിക്ക് ഒട്ടും സമ്മതമല്ല. നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ എത്രയോ മിടുക്കന്മാരായ പയ്യന്മാർ ഇവളെ കെട്ടാൻ നമ്മുടെ പുറകെ വരും. അതൊക്കെ കളഞ്ഞിട്ട് അച്ഛൻ പറഞ്ഞൊരു വാക്കിന്റെ പേരിൽ വെറുതെ ഇവളുടെ ജീവിതം തൊലയ്ക്കണോ? ശർമിള ദേഷ്യപ്പെട്ടു. ശർമിള ആ വീഡിയോ ക്ലിപ്പിങ്ങിൽ പിടിച്ച് കാര്യങ്ങൾ ഇങ്ങനെ വളച്ചൊടിച്ചത് കേട്ട് രാജീവ് അമ്പരന്നു. അനന്യയുടെ വിവാഹത്തെക്കുറിച്ച് ഇപ്പോൾ അയാൾ സംസാരിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ഇതൊരു ചാൻസ് ആയി കണക്കാക്കി ശർമിള മനസ്സിലുണ്ടായിരുന്നതെല്ലാം പറഞ്ഞു തീർത്തതാണെന്ന് രാജീവിന് മനസ്സിലായി. അതുകൊണ്ട് അയാൾ അഭിനവിനെ നോക്കി ചോദിച്ചു. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തന്നെ വൈറലാണ്. വളരെ മോശം ടാഗിലാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. ഇനി നീ എന്ത് ചെയ്യും? അത് കേട്ടതും അഭിനവ് രാജീവിനെ നോക്കി. ഐ എം സോറി, എനിക്ക് തെറ്റു മനസ്സിലായി. ഈ കുടുംബത്തിലെ മരുമകനാകാൻ പോകുന്ന ആളെന്ന നിലയിൽ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഇതിപ്പോ എല്ലാവർക്കും നാണക്കേടായി. ഇങ്ങനെയൊന്നും ആവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയതല്ല. ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഇവനെ തലയതിൽ എനിക്ക് യാതൊരു റിഗ്രറ്റും ഇല്ല. അവന് കിട്ടിയത് കുറഞ്ഞു പോയെന്നാ എനിക്ക് ഇപ്പോഴും തോന്നുന്നത്, അഭിനവ് പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത് കേട്ടതും ശർമിള ദേഷ്യം കൊണ്ട് വിറച്ചു. അവർ ദേഷ്യത്തിൽ അഭിനവന്റെ അരികിലേക്ക് വന്നു. ഇപ്പോഴും ചെയ്ത കാര്യം ന്യായീകരിക്കുന്ന അഭിനവനെ അടിക്കണമെന്നൊക്കെ ശർമിളയ്ക്ക് തോന്നി. പക്ഷെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അവർ അവിടെ നിന്നു. ഞങ്ങൾ നിന്നോട് മര്യാദയോടെ സംസാരിക്കുമ്പോ നീയും മര്യാദയോടെ സംസാരിക്കണം. നാണമില്ലേ നീ ചെയ്തത് ശരിയാണെന്ന് പറയാൻ? നിന്റെ വാക്സാമർത്ഥ്യം കേട്ട് ഞങ്ങൾ നിന്നെ ബഹുമാനിക്കുമെന്ന് വിചാരിച്ചോ? ദൈവത്തെ ഓർത്ത് ഈ കുടുംബത്തിന് സൽപ്പേര് കളഞ്ഞു കുളിക്കരുത്, ശർമിള ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പറഞ്ഞു. ശർമിള, റിലാക്സ്. രാജീവ് ശർമിളയെ ശാന്തയാക്കാൻ ശ്രമിച്ചു. വേണ്ട രാജീവ്, നിങ്ങൾ ഇതിൽ ഇടപെടണ്ട. എന്തായാലും ഞാൻ അച്ഛനോട് സംസാരിക്കാൻ പോവാണ്.
ഇതുപോലുള്ള ഒരുത്തിനെ കൊണ്ട് എന്റെ മകളെ കല്യാണം കഴിപ്പിക്കാൻ പറ്റില്ലെന്ന് തന്നെ ഞാൻ അച്ഛന്റെ മുഖത്ത് നോക്കി പറയും. പാവ എന്റെ കുട്ടി, അവൾ ഈ ജന്മം മുഴുവൻ നാണക്കേട് അനുഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ശർമിള പറഞ്ഞു. അച്ഛൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എടുത്ത തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം ഇതുവരെ പിന്മാറിയിട്ടുണ്ടോ? രാജീവ് ചോദിച്ചു. ഉണ്ടാവില്ലായിരിക്കും. അവളെ ശ്രീരാഗ് വിവാഹം കഴിക്കും. ഇത് കേട്ടത് അനന്യയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൾ ശർമിളെ നോക്കി. മമ്മി, ഞാൻ ശ്രീരാഗിനെ വിവാഹം കഴിക്കുമെന്ന് എപ്പോഴെങ്കിലും മമ്മിയോട് പറഞ്ഞിട്ടുണ്ടോ? അയാളെ വിവാഹം കഴിക്കാൻ എനിക്ക് സമ്മതമല്ല, അനന്യ പറഞ്ഞു. അത് കേട്ടപ്പോൾ ശർമിളയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നി. നിന്റെ സമ്മതം എനിക്ക് ആവശ്യമില്ല. ഞാൻ നിന്റെ അമ്മയാ. നിനക്ക് എന്താണ് നല്ലതെന്ന് എനിക്കറിയാം. ഇവനോടൊപ്പം ജീവിച്ചാൽ നിനക്ക് ജീവിതകാലം മുഴുവൻ കഷ്ടപ്പാടുകൾ മാത്രമേ കാണൂ. അത് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ കമ്പനിക്ക് ഒരാളുടെ പിന്തുണ ശരിക്കും അത്യാവശ്യമുള്ള സമയമാണ്. ശ്രീരാഗിനല്ലാതെ മറ്റാർക്കും ഈ കമ്പനിയെ സഹായിക്കാൻ കഴിയില്ല. ശർമിള സ്വയം നിയന്ത്രിച്ചുകൊണ്ട് അനന്യയോട് പറഞ്ഞു. ഇതിപ്പോ മുത്തച്ഛൻ പറഞ്ഞതും അമ്മ പറയുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? രണ്ടും എന്റെ സമ്മതത്തോടെ അല്ല നടക്കുന്നത്. പിന്നെ എന്റെ കമ്പനിക്ക് ശ്രീരാഗിന്റെ യാതൊരു സഹായം ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയി വിക്രം സാറുമായിട്ട് സംസാരിക്കും. കാര്യങ്ങൾ മനസ്സിലാവുമ്പോ അദ്ദേഹം എന്നെ സഹായിക്കും. ആ കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതിനു വേണ്ടി ശ്രീരാഗിനെ വിവാഹം കഴിക്കാനൊന്നും എന്നെ കിട്ടില്ല, അനന്യ തീർത്തു പറഞ്ഞു. ഓഹോ, അപ്പൊ നീ ജീവിതകാലം മുഴുവൻ ഈ ദരിദ്രവാസിയോടൊപ്പം ജീവിക്കുവോ? ശർമിള ചോദിച്ചു. ഇല്ല, എനിക്ക് ജീവിക്കാൻ ഈ പറഞ്ഞ ഒരാളുടെ സഹായം വേണ്ട. നിങ്ങൾ എന്നെ ഫ്രീ ആയിട്ടൊന്ന് വിട്ടാ മതി, അനന്യ വല്ലാതെ വിഷമത്തോടെ മറുപടി പറഞ്ഞു. വിക്രം സാറിനെ കാണേണ്ട എന്താവശ്യം അനന്യക്കുള്ളത്? അഭിനവ് ചോദിച്ചു. ശർമിള തന്നെ കുറിച്ച് വളരെ മോശമായി പറയുന്നത് അഭിനവ് കേട്ടില്ല എന്ന് അവൻ നടിച്ചു. എങ്കിലും വിക്രമനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവളെ തനിക്ക് സഹായിക്കാൻ കഴിയുമെന്ന് അഭിനവിന് ഉറപ്പായി. അതുകൊണ്ടാണ് അവൻ അവളോട് വിക്രമനെ കുറിച്ച് ചോദിച്ചത്. അനന്യയ്ക്ക് അവളുടെ കമ്പനി ഒന്നുകൂടെ നന്നാക്കിയാൽ കൊള്ളാന്നുണ്ട്. പക്ഷെ ഷെയർ ഹോൾഡേഴ്സ് കുറെ പേർ ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ചു. ഇങ്ങനൊരു അവസരത്തിൽ ആരുടെയെങ്കിലും നല്ല സപ്പോർട്ട് കിട്ടിയാലേ അവൾക്ക് ഇനി മുന്നോട്ട് പോകാൻ പറ്റൂ. അതിനുവേണ്ടിയാ വിക്രം സാറിനെ പോയി കാണണമെന്ന് അവള് പറയുന്നത്. അനന്യയും ശർമിളയും മിണ്ടാതെ നിന്നപ്പോൾ രാജീവ് അഭിനവിന് കാര്യങ്ങൾ വിശദമാക്കി കൊടുത്തു. രാജീവ്, നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം ഇവനോട് പറഞ്ഞ് വെറുതെ സമയം കളയുന്നത്? ഈ പ്രശ്നത്തിൽ ഇവൻ എന്ത് ചെയ്യാനാ? ഇവൻ പോയി ഇൻവെസ്റ്റ്മെന്റ് പിൻവലിച്ച എല്ലാ ഷെയർ ഹോൾഡേഴ്സിനെയും ആ ചെറുക്കനെ തല്ലിയതുപോലെ തല്ലുവോ? ശർമിള അഭിനവിനെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. നീ അധികകാലം ഇവിടെ വിലസാന്ന് കരുതണ്ട. ശ്രീരാഗിന് അവൾക്ക് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട. പക്ഷേ അതുപോലെ മറ്റൊരാളെ കണ്ടുപിടിച്ച് അവളുടെ കല്യാണം ഞാൻ അന്തസ്സായി നടത്തും. എന്ത് സംഭവിച്ചാലും നീ അവളുടെ കൂടെ വാഴില്ല. അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേര്. ഇത്രയും പറഞ്ഞ് ശർമിള തന്റെ മുറിയിലേക്ക് പോയി. രാജീവും ഫോൺ എടുത്ത് അകത്തേക്ക് പോയി. ഇരുവരും പോയപ്പോൾ അഭിനവ് ഒരു നെടുവീർപ്പിട്ട് അനന്യെ നോക്കി. നിനക്ക് എത്ര പണം വേണം? അഭിനവ് ചോദിച്ചു. പണമല്ല ഇവിടുത്തെ മെയിൻ പ്രശ്നം. ഈ അവസ്ഥയിൽ ഒരു കൈത്താങ്ങാണ്. വിക്രമന്റെ SR പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒരു ടൈപ്പ് ചെയ്താൽ അത് നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ഗുണം ചെയ്യും. പക്ഷെ വിക്രം സാർ ഒരിക്കലും ഇതിന് സമ്മതിക്കില്ല. കാരണം നമ്മളെ പോലെ ഒരു ചെറിയ കമ്പനിയോട് ചേർന്ന് പോയിട്ട് അദ്ദേഹത്തിന് ഒരു നേട്ടവും ഇല്ല, അനന്യ നിരാശയോടെ പറഞ്ഞു. അഭിനവ് ചോദിച്ച സ്ഥിതിക്ക് പറഞ്ഞുവെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പറയുമ്പോഴും അഭിനവിനെ തന്നെ ഒരു രീതിയിലും സഹായിക്കാൻ കഴിയില്ല എന്ന് അനന്യക്ക് ഉറപ്പായിരുന്നു. എന്നാൽ അവളെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു അഭിനവിന്റെ അടുത്ത ചോദ്യം. നിന്നെ ഞാൻ സഹായിക്കട്ടെ? അനന്യ ഇത് കേട്ടതും അവനെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. നിന്നോടൊരു കാര്യം പറയട്ടെ, ഐ ഹേറ്റ് യു. ഇന്ന് നീ അങ്ങനെയൊക്കെ ചെയ്തതിന് ശേഷം ഐ ഹേറ്റ് യു എലോട്ട്. നീയുമായിട്ട് ഒരു തരത്തിലും എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല. ഈ സഹായിക്കട്ടെ, അത് ചെയ്തു തരട്ടെ, ഇത് ചെയ്തു തരട്ടെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ എന്റെ മനസ്സ് മാറ്റാന്ന് നീ കരുതണ്ട. ഇഫ് യു റിയലി വാണ്ട് ടു ഹെൽപ്പ് മീ then please get out of my life right now. അനന്യ അവൾക്ക് പറയാനുള്ളതെല്ലാം വെട്ടി തുറന്നു പറഞ്ഞു. അനന്യ പ്ലീസ്, ആദ്യം എനിക്ക് പറയാനുള്ളതൊന്ന് കേൾക്ക്. അനന്യ പറഞ്ഞത് കേട്ട് അഭിനവ് അവളോട് പറഞ്ഞു. നോക്ക് മിസ്റ്റർ, അല്ലെങ്കിൽ തന്നെ ഉള്ള കാര്യങ്ങൾ കൊണ്ട് ആകെ ഭ്രാന്തെടുത്ത് നടക്കാൻ ഞാൻ ഇനിയും ഓരോന്ന് പറഞ്ഞ് എന്നെ ഡിസ്റ്റർബ് ചെയ്താൽ തന്റെ പേര് ഞാൻ പോലീസ് കംപ്ലൈന്റ് ചെയ്യും. അതുകൊണ്ട് മര്യാദക്ക് എന്റെ കണ്ണുമുന്നിൽ നിന്ന് പൊയ്ക്കോ. ഇത്രയും പറഞ്ഞ് അനന്യ ദേഷ്യത്തിൽ തന്നെ ഫോൺ എടുത്ത് മുറിയിലേക്ക് നടന്നു. എങ്ങനെ അനന്യ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്ന് അഭിനവന് അറിയില്ലായിരുന്നു. അവനൊരു ദീർഘനിശ്വാസം എടുത്തു. പിന്നെ അല്പം ധൈര്യം സംഭരിച്ച് അവളുടെ പിന്നാലെ പോയി. അഭിനവ് അവളുടെ മുറിയിലേക്ക് കയറി. അനന്യ, ഞാൻ തമാശ പറയുന്നതല്ല. ഐ തിങ്ക് ഐ ക്യാൻ ഹെൽപ്പ് യു. ഇത് കേട്ടതും അനന്യക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടു. ഇനഫ്, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അതെനിക്ക് നന്നായി അറിയാം, അവൾ അലറിക്കൊണ്ട് പറഞ്ഞു. അനന്യ, ട്രസ്റ്റ് മീ, ഞാൻ വിക്രം സാറിന്റെ കമ്പനിയിലാണ് മാനേജറായിട്ട് ജോലി ചെയ്യുന്നത്. ഐ നോ ഹിം, ഐ ക്യാൻ സ്പീക്ക് ടു ഹിം, അഭിനവ് പറഞ്ഞു. ഇത് കേട്ടതും അനന്യക്ക് ചിരി വന്നു. ഓ, ഈ മാനേജർ എന്ന് പറഞ്ഞാൽ എന്തോ വലിയ സംഭവമാണല്ലോ. താനങ്ങ് പോയി പറഞ്ഞാൽ വിക്രം സാറ് കമ്പനി വരെ തന്റെ പേരിൽ എഴുതി തരുമല്ലോ. ഞാനതിങ്ങ് മറന്നുപോയി. എടോ വിറ്റി, താൻ മാത്രമല്ല എത്രയോ ആളുകൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് നിങ്ങളൊക്കെ പറയുന്ന പോലെയാണോ അയാൾ ചെയ്യുന്നത്? അനന്യ പുച്ഛത്തോടെ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാ, ഒരുപാട് പേർ അവിടെ ജോലി ചെയ്യുന്നു. പക്ഷെ അവർക്കൊന്നും അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയില്ല. ഉടയ്ക്കാൻ അഭിനവ് ഗൗരവത്തോടെ പറഞ്ഞു. ഇത് കേട്ടതും അനന്യ ദേഷ്യത്തോടെ ഒരു ദീർഘനിശ്വാസം എടുത്തു. അതിനുശേഷം
അവൾ അഭിനവന്റെ നേരെ തിരിഞ്ഞു. എന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണോ നീ ജനിച്ചത്? സ്വന്തമായിട്ട് വീട് പോലും ഇല്ല. മമ്മി പറഞ്ഞതുപോലെ തെരുവിൽ കിടക്കുന്ന ഒരാൾ. വായിൽ വരുന്നത് വിളിച്ചു പറയുന്നതിന് മുൻപ് നീ ആരാണെന്ന്, നിന്റെ പൊസിഷൻ എന്താണെന്ന് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. വെറും ഒരു അനാഥൻ, അത് മാത്രമാണ് നീ. നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല. ഇപ്പൊ തൽക്കാലം ഈ മുറിന്ന് നീ ഒന്ന് പോയി തരവോ പ്ലീസ്? അവൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു. ഇതെല്ലാം കേട്ടപ്പോൾ അഭിനവ് അവളുടെ മുറിയിൽ നിന്ന് ഇറങ്ങി. പെട്ടെന്ന് തന്നെ അനിന്റെ വാതിൽ വലിച്ചടച്ചു. അഭിനവ് കുറച്ചു നേരം അവളുടെ മുറിയുടെ പുറത്തു നിന്നു. എന്തൊക്കെയാണ് ഇവൾ ഇപ്പോൾ തന്നെ കുറിച്ച് പറഞ്ഞത്? എന്നാൽ ഇതെല്ലാം കേട്ടിട്ടും അവന് ദേഷ്യം വന്നില്ല. അതിനൊരു കാരണമേ ഉള്ളൂ. അവൾ പറഞ്ഞതെല്ലാം ശരിയാണ്. അവനൊരു അനാഥനാണ്. ജീവിതം പലപ്പോഴും മടുത്തു പോയിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ആത്മഹത്യ ചെയ്യണമെന്ന് വരെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴെല്ലാം സ്വന്തം വിൽ പവർ കൊണ്ട് അവൻ പിടിച്ചു നിന്നു. അഭിനവ് ഇതെല്ലാം ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഫോണിൽ ഒരു മെസ്സേജ് വന്നു. അതവന്റെ ക്ലാസ്മേറ്റ് ഹരീഷിന്റെ മെസ്സേജ് ആയിരുന്നു. അവനോടൊപ്പം ഡെലിവറി കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന അതേ ഹരീഷ്. അവന്റെ കയ്യിലിരിപ്പ് കൊണ്ട് ഒന്ന് പൊട്ടിച്ചിട്ടാണ് അവൻ അവസാനം പിരിഞ്ഞത്. നാളെ വൈകുന്നേരം നമ്മുടെ കോളേജ് മേറ്റ്സിന്റെ ഒരു റീയൂണിയൻ ഉണ്ട്. ഈ അഡ്രസ്സിൽ സമയത്തിനെത്തണം. അതായിരുന്നു മെസ്സേജ്. അഭിനവ് കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാവരും അവന്റെ ദാരിദ്ര്യത്തെ കളിയാക്കുമായിരുന്നു. ആരും അവന്റെ അടുത്ത് വരാൻ പോലും ഒന്ന് ആഗ്രഹിച്ചിരുന്നില്ല. അവനെ ഒരു സുഹൃത്തായി പോലും ആരും പരിഗണിച്ചില്ല. ഈ റീയൂണിയനിലേക്കും അവനെ വെറും ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി മാത്രമാണ് വിളിക്കുന്നത്. പക്ഷെ എന്നിട്ടും പോകണമെന്ന് തന്നെ അവൻ കരുതി. അഭിനവ് ഇത് ചിന്തിച്ച് വീണ്ടും വേലക്കാരുടെ മുറിയിലേക്ക് നടന്നു. അവിടെ ഒഴിവുള്ള ഒരു കിടക്കയിലേക്ക് അവൻ കിടന്നതും അവന്റെ ഫോൺ ബെല്ലടിച്ചു. പെട്ടെന്ന് അവൻ ഫോൺ എടുത്ത് നോക്കി. അത് വിക്രമിന്റെ കോളാണെന്ന് അവൻ കണ്ടു. ഹലോ, അഭിനവ് കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പറഞ്ഞു. ടൈഗർ, ഞാൻ ഇന്ന് ജെനിഫറുമായി സംസാരിച്ചിരുന്നു. നീ പറഞ്ഞത് നടക്കും. വൈറലാകുന്ന നിന്റെ വീഡിയോ ഇന്റർനെറ്റിൽ നിന്ന് നീക്കം ചെയ്യാൻ വേണ്ടി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കുറച്ച് സമയത്തിനുള്ളിൽ എല്ലായിടത്തുനിന്നും ആ വീഡിയോ അപ്രത്യക്ഷമാകും. വിക്രം പറഞ്ഞു. താങ്ക് യു വിക്രമെങ്കിൽ. പിന്നെ എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. മാനേജറുടെ പോസ്റ്റ് വേണമെന്നല്ല ഞാൻ പറഞ്ഞിരുന്നത്. അത് വേണ്ട, പകരം മാനേജർക്ക് താഴെയുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റ് തന്നാ മതി. വിക്രം ഒന്നും മനസ്സിലാവാതെ ചോദിച്ചു. എനിക്ക് നിങ്ങളുടെ സഹായം വേണമെങ്കിൽ. അനന്യ ഒരു പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുക. നിങ്ങൾക്ക് മാത്രമേ അവളെ രക്ഷിക്കാൻ പറ്റൂ. അവൻ പറഞ്ഞു. എനിക്കല്ല, നിനക്ക്. നീയാണ് ബോസ്. വിക്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട് അഭിയും ചിരിച്ചു. എനിവേ, ഞാൻ ആരാണെന്ന് അനന്യയോടും അവളുടെ കുടുംബക്കാരോടും ഇപ്പൊ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് അങ്കിൾ അനന്യെ സഹായിക്കുമ്പോ തീർച്ചയായും അവിടെ ഒരു സാധാരണക്കാരന് വേണ്ടി എന്തുകൊണ്ട് വിക്രം ഇങ്ങനൊരു സഹായം ചെയ്തു എന്നൊരു ചോദ്യം വരാം. അതുകൊണ്ട് ഞാൻ അവരോട് പറയും, എനിക്ക് അവിടുത്തെ മാനേജർ സ്ഥാനം മറ്റൊരാൾക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കേണ്ടി വന്നുവെന്നും അനന്യെ സഹായിക്കുന്നതിന് പകരമായി തുച്ഛമായ ശമ്പളത്തിൽ അവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയെന്നും അഭിനവ് പറഞ്ഞു. മനസ്സിലായി. അവളുടെ വീട്ടിൽ ഒരു വിലയും കിട്ടുന്നില്ല അല്ലേ? പക്ഷെ ഇങ്ങനെയൊക്കെ പറഞ്ഞ അവര് വിശ്വസിക്കുവോ? കുറച്ചു നാള് കൂടി ക്ഷമിച്ചിട്ട് സത്യം തുറന്നു പറയുന്നതല്ലേ നല്ലത്? വിക്രം ചോദിച്ചു. ഇല്ലെങ്കിൽ സിറ്റുവേഷൻ കുറച്ച് മോശമാണ്. ഇതല്ലാതെ വേറെ വഴിയൊന്നും ഇപ്പൊ മനസ്സിൽ തോന്നുന്നില്ല. കഥയൊക്കെ അവർക്ക് കൺവീനിയൻസ് ആയ രീതിയിൽ ഞാൻ അവതരിപ്പിച്ചോളാം. പിന്നെ ഞാൻ കാരണം അവളുടെ ജീവിതം ഇങ്ങനെയായി എന്നൊരു സെന്റിമെന്റ്സിന്റെ പേരിലല്ല അവളെ സഹായിക്കാന്ന് പറയുന്നത്. അവൾക്ക് അതിനുള്ള അർഹതയുണ്ട്. കേദാർ ഗ്രൂപ്പ് ഈ നിലയിൽ എത്തി നിൽക്കുന്നത് അനന്യയുടെ കഴിവുകൊണ്ടാണ്. അവളുടെ കമ്പനിയുടെ ഷെയർ എടുക്കുന്നതിൽ നമുക്കൊരു നഷ്ടവും വരില്ല. അഭിനവ് വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ശരി, നീ പറയുന്ന പോലെ തന്നെ ചെയ്യാം. ഒരു കാര്യം പറയാൻ മറന്നു. കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ ഒരു ലേലം നടക്കാൻ പോകുന്നു. അലീനി അവിടെ വരുന്നുണ്ട്. അവിടെ പരിചയപ്പെടാൻ ഇതിനേക്കാൾ നല്ലൊരു അവസരം നിനക്ക് കിട്ടില്ല. വിക്രം പറഞ്ഞു. ബൽറാമോൻ DKയും അഭിനവനോട് അലീനിയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അഭിനവ് അവളെ എത്രയും വേഗം കാണണമെന്ന് ആഗ്രഹിച്ചു. ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു? സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെച്ച് അഭിനവൻ അനന്യെ സഹായിക്കാൻ കഴിയുമോ? ടൈഗറിന് അലീനയെ നേരിടാനാവുമോ? അറിയാൻ കേട്ടുകൊണ്ടിരിക്കൂ ദി റിട്ടേൺ ഓഫ് ടൈഗർ.